പിന്നെ സെഷൻ 3 നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓംസ് ലോ. നമുക്ക് ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എന്തുവാ നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്കൊരു സർക്യൂട്ട് കൺസെപ്റ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ സർക്യൂട്ട് വരയ്ക്കാൻ പഠിച്ചായിരുന്നു അല്ലേ. അപ്പൊ ഞാനൊരു സർക്യൂട്ട് വരയ്ക്കുവാണ്. അപ്പൊ ഈ സർക്യൂട്ടിൽ ഞാൻ ആദ്യം വരയ്ക്കുന്ന ഒരു റിയോസ്റ്റാറ്റ്. ഓക്കെ, RH എന്ന് റെപ്രസെന്റ് ചെയ്യാം. മാളി നാരോ വരയ്ക്കുന്നതാണ് റിയോസ്റ്റാറ്റ്. അപ്പൊ റിയോസ്റ്റാറ്റ് എന്ന് വെച്ചാൽ എന്തുവായിരുന്നു? നമ്മൾ വേരിയബിൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വേണ്ടിയിട്ടുള്ളതാ? ഒരു സർക്യൂട്ടിന്റെ അകത്തുള്ള കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ ആ റിയോസ്റ്റാറ്റ് എടുത്തു, നമ്മളൊരു അമ്മീറ്റർ കൊടുത്തു കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ബാറ്ററി കണക്ട് ചെയ്യാം. ഓക്കെ, ഞാനൊരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊരു ഡയറക്റ്റ് കണക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് എനിക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ റിയോസ്റ്റാറ്റിന്റെ ഇവിടുന്ന് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ ഒരു വോൾട്ട് മീറ്ററും കണക്ട് ചെയ്തെന്ന് വിചാരിക്കും. ഓക്കെ, ജസ്റ്റ് നമ്മൾ റെസിസ്റ്റർ എടുത്തു, റെസിസ്റ്ററിനെ അക്രോസ് ആയിട്ടുള്ള ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. സർക്യൂട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. ഞാൻ ഈ ഒരു ടൈപ്പ് വെച്ച് പഠിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ്, ഇത് മൈനസ്. സോ പ്ലസ് വരുമ്പോൾ ഇവിടെയും പ്ലസ് മൈനസ്. ഓക്കെ, ഞാൻ ഈ സർക്യൂട്ടിന്റെ സ്വിച്ച് ഓൺ ചെയ്യുക. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് അമ്മീറ്റർ റീഡിംഗ് കാണിക്കും, വോൾട്ട് മീറ്റർ റീഡിംഗ് കാണിക്കും. ഞാൻ റിയോസ്റ്റാറ്റ് അറേഞ്ച് ചെയ്യുവാണ്. റിയോസ്റ്റാറ്റ് അറേഞ്ച് ചെയ്യുമ്പം എനിക്ക് ഈ ഒരു ടോട്ടൽ സർക്യൂട്ടിന്റെ അകത്തുള്ള കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം നോക്കുമ്പോൾ ഞാൻ അമ്മീറ്ററിന്റെ റീഡിങ്ങും വോൾട്ട് മീറ്ററിന്റെ റീഡിങ്ങും മെഷർ ചെയ്യാൻ പോകും. അമ്മീറ്ററിന്റെ റീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് കറണ്ട് ആണ്, മറ്റേത് വോൾട്ടേജ് ആണ്. ഓക്കെ, ഞാൻ മെഷർമെന്റ് ചെയ്യുക. അപ്പം ഈ കറണ്ടും വോൾട്ടേജും മെഷർ ചെയ്യാൻ വേണ്ടി ഞാൻ റിയോസ്റ്റാറ്റിന്റെ മുകളിൽ ഒരു പിടി പോലത്തെ ഒരു സാധനം. ഓക്കെ, ആ ഒരു പ്ലഗ് ഉണ്ട്, ജോക്കി എന്നാണ് വിളിക്കുന്നത്. അപ്പം ആ പ്ലഗിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പൊ ഓരോ എൻഡിൽ നിന്ന് അതിനെ മൂവ് ചെയ്താണ് ഞാൻ ആ അറ്റത്തോട്ട് കൊണ്ടുപോകുന്നത്, റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, കറണ്ടിനെ മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കറണ്ട് മാറ്റുക. ഓക്കെ, റെസിസ്റ്റൻസ് കൂടാൻ കുറയാം, നമുക്ക് എങ്ങനെ വേണോ കൺസിഡർ ചെയ്യാം. ഞാൻ ജസ്റ്റ് നോക്കുക, ഞാൻ കറണ്ടിന്റെ മെഷർമെന്റ് നോക്കി എനിക്ക് 1 ആംപിയർ കിട്ടിയെന്ന് വിചാരിക്കാം. വോൾട്ട് 1 ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, എക്സ്പെരിമെന്റൽ ആയതുകൊണ്ട് എപ്പോഴും വാല്യൂ ചേഞ്ച് വരും. 2 ആയി, ഇതും 2 ആയി, 3 ആയി, ഇതും 3 ആയി, ഇത് 4 ആയി, ഇത് 4 ആയി. ഓക്കെ, അപ്പൊ നമ്മൾ കാണുമ്പോൾ എങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്താലും കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ കൂടെ ആരും ഇൻക്രീസ് ചെയ്യും, വോൾട്ടേജും ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്ന സാധനവും കറണ്ടും പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യാൻ പറ്റും. ഓംസ് ലോഡ് എക്സ്പെരിമെന്റ് ഉണ്ട്. അപ്പം ഈ ഓംസ് ലോഡ് എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് വോൾട്ടേജും കറണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് കിട്ടി. ഓക്കെ, സോ V is directly proportional to I. അപ്പൊ V proportional to I എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സിമ്പിൾ പ്രൊപ്പോർഷണൽ ടു അല്ലേ. പ്രൊപ്പോർഷണൽ ടു സൈൻ ഇട്ടിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റൂല. സോ അതുകൊണ്ട് ഞാൻ V ഈക്വൽ ടു I എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഞാൻ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനെ ഈക്വൽ ടു സൈൻ ആയിട്ട് മാറ്റുമ്പോഴത്തേക്ക് I have to multiply side with a constant. ആൻഡ് ഞാൻ ഇവിടെ കോൺസ്റ്റന്റിനെ R ആയിട്ട് എടുത്തു. അപ്പൊ എനിക്ക് V is equal to എന്ന് കിട്ടി IR. ആൻഡ് ദിസ് V is equal to IR is known as the Ohm's law. അപ്പൊ ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വിയും ഐയും പ്രൊപ്പോർഷണൽ അല്ലേ. അപ്പം കറണ്ട് ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആണ്. സോ ഈ കറണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്ന ലോ ആണ് ഓംസ് ലോ. അപ്പൊ ഞാൻ എന്ത് എഴുതിയത്? V is equal to IR. പണ്ട് നമ്മളൊരു ട്രയാങ്കിൾ പഠിച്ചായിരുന്നു അല്ലേ, അതേ ട്രയാങ്കിൾ ഞാൻ ഇവിടെ പഠിപ്പിക്കാം. ഓക്കെ, അപ്പൊ VIR ട്രയാങ്കിൾ എടുത്തു. ഇതിന്റെ അകത്ത് എനിക്ക് V കണ്ടുപിടിക്കണമെങ്കിൽ V ക്ലോസ് ചെയ്യുക അല്ലെ. അപ്പൊ V is equal to എന്ത് കിട്ടും? I into R. ഒരു ഇക്വേഷൻ ആയല്ലോ. ഇനി കറണ്ട് കണ്ടുപിടിക്കണമെങ്കിലോ I ക്ലോസ് ചെയ്ത് വെക്കാം അല്ലെ. അപ്പൊ I is equal to V divided by R. അടുത്ത റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിലോ R is equal to V divided by I. അപ്പൊ നമുക്ക് ഈ മൂന്നെണ്ണം റിലേഷൻസ് ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ V is equal to IR. This is called Ohm's law. അപ്പൊ Ohm's law നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും പ്രൊപ്പോർഷണൽ അല്ലേ. അപ്പൊ ഞാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യിക്കുന്തോറും എന്ത് കൂടിക്കൊണ്ടിരിക്കും? കറണ്ട് കൂടും. അപ്പൊ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ 2 ends ഓഫ് ദ കണ്ടക്ടർ. അപ്പൊ നമ്മളൊരു വയർ എടുത്തു അല്ലേ, ഒരു കണ്ടക്ടർ എടുത്തു. ഈ കണ്ടക്ടറിന്റെ 2 end ഉണ്ട്, AB. ഓക്കെ, ഇതിനെ ഞാൻ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നത് വിചാരിക്കാം. വോൾട്ടേജ് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുക. ബാറ്ററി എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ഫ്ലോ ചെയ്യുന്ന കറണ്ടും ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ എന്ത് കൂടും? കറണ്ട് കൂടും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി 2 ends ഓഫ് ദി
conductor. Ohm's law definition എഴുതിയിട്ടുണ്ട്. The current flowing through a conductor is directly proportional to the potential difference across the two ends of the conductor, provided the physical conditions remain constant. ഇപ്പോൾ എന്താണ് ഈ physical conditions remain constant എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വയർ കൺസിഡർ ചെയ്യുക അല്ലേ. അപ്പൊ നമ്മളൊരു വയർ കൺസിഡർ ചെയ്തിട്ട് ഈ വയറിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ആക്കും. ഓക്കെ, ഈ വയറിന്റെ ലെങ്തും ഇതിന്റെ ഏരിയയും തിക്നെസ്സും എല്ലാം എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ടെമ്പറേച്ചർ ഒന്നും മാറാൻ പാടില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിസിക്കൽ കണ്ടീഷൻസ് റിമൈൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പം എക്സ്പെരിമെന്റ് ആദ്യത്തെ റീഡിംഗ് എടുക്കുമ്പം വയറിംഗ് രണ്ടാമത്തെ റീഡിംഗ് എടുക്കുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ മാറി അല്ലെങ്കിൽ ഇതിന്റെ ലെങ്ത് മാറി ഏരിയ മാറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ റീഡിംഗ് തെറ്റും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഫിസിക്കൽ കണ്ടീഷൻ റിമൈൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഡെഫിനേഷൻ ക്ലിയർ ആയിട്ട് പഠിക്കുക. ദ കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടു എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ പ്രൊവൈഡഡ് ദി physical conditions remain constant. Okay, so V proportional to I, V is equal to IR. R ന്റെ പേരാണ് എന്ത്? റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇവിടെ എന്തായിട്ട് യൂസ് ചെയ്തത്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്തത്. അപ്പൊ നമ്മൾ ഓംസ് ലോ പഠിച്ചായിരുന്നു, ഓംസ് ലോയുടെ ഡെഫിനിഷനും ഡെറിവേഷനും പഠിച്ചായിരുന്നു അല്ലേ. അപ്പൊ നമ്മൾ അതിന്റെ അകത്ത് V is equal to IR എന്ന് എഴുതിയതിൽ R ആയിരുന്നല്ലോ അതിന്റെ അകത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, ആൻഡ് ദാറ്റ് R is called resistance. അപ്പൊ റെസിസ്റ്റൻസിന്റെ മീനിങ് എന്തുവാ? ഒപ്പോസ് ചെയ്യുക അല്ലെ. അപ്പൊ നമ്മൾ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്തുമായിരിക്കും? അത് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നതിന്റെ ഒരു മെഷർ ആണ് എന്ത്? റെസിസ്റ്റൻസ്. സോ റെസിസ്റ്റൻസ് ഇസ് ദി ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, ഒരു മെറ്റീരിയൽ ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റെസിസ്റ്റൻസ്. സോ റെസിസ്റ്റൻസ് ഇസ് ദി ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഓഫർഡ് ബൈ എ മെറ്റീരിയൽ. അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ രണ്ട് മെറ്റീരിയൽ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇത് മെറ്റീരിയൽ എയും ഇത് മെറ്റീരിയൽ ബി. അപ്പൊ മെറ്റീരിയൽ എക്ക് റെസിസ്റ്റൻസ് കൂടുതലാണ്, മെറ്റീരിയൽ ബിക്ക് റെസിസ്റ്റൻസ് കുറവാണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പം റെസിസ്റ്റൻസ് കൂടുതലുള്ള ഇതിൽ എന്ത് കുറവായിരിക്കും? കറണ്ട് കുറവായിരിക്കും. റെസിസ്റ്റൻസ് കുറവുള്ള ഇതിന് എന്ത് കൂടുതലായിരിക്കും? കറണ്ട് കൂടുതലായിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ സെയിം ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കറണ്ടിനെയും വോൾട്ടേജിനെയും മെഷർ ചെയ്യുമ്പോൾ നമ്മളതിന്റെ യൂണിറ്റ് പറഞ്ഞിരുന്നു അല്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത് വോൾട്ടിലാണ്, അതേപോലെ നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നത് ആംപിയറിലാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ എടുക്കുന്ന ഈ റെസിസ്റ്റൻസിനും എന്ത് വേണം? ഒരു മെഷർമെന്റ് വേണം അല്ലേ. അപ്പൊ നമുക്ക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റിനെ ഓം എന്ന് എഴുതും. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം. അപ്പൊ ഓമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ ഗ്രീക്ക് ലെറ്റർ ആണ് ഒമേഗ. ഓക്കെ, രണ്ട് ഒമേഗയാണ്, ഇതും ഒമേഗയാണ്. ഓക്കെ, സോ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം. ഇപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എഴുതുമ്പോഴത്തേക്ക് 5 വോൾട്ട് എന്ന് എഴുതുവാണ് എന്നുണ്ടെങ്കിൽ കറണ്ട് എന്ന് എഴുതുമ്പോൾ നമുക്ക് അതേപോലെ എഴുതാം. 5 ആംപിയർ എന്ന് എഴുതുന്ന പോലെ നമുക്ക് റെസിസ്റ്റൻസ് ചോദിക്കാണ്. വി വിൽ റൈറ്റ് ലൈക്ക് ദിസ് 5 ഓം. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചു എന്താണ്? 5 ഓം. ഇനി നമുക്ക് വേണ്ട റെസിസ്റ്റൻസ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ. നമ്മൾ റെസിസ്റ്റൻസ് ഒരു പുതിയ ക്വാണ്ടിറ്റി, നമ്മൾ ഓംസിലോ പഠിച്ചപ്പോ കിട്ടിയ ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത്? റെസിസ്റ്റൻസ്. അപ്പൊ ഈ റെസിസ്റ്റൻസിന് എന്ത് വേണം? ഒരു ഡെഫിനിഷൻ വേണമായിരുന്നു. ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തായിരുന്നു? ഇറ്റ് ഈസ് ദി ഒപ്പോസിഷൻ ഓഫർ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് ബൈ എ മെറ്റീരിയൽ. അപ്പം ഈ റെസിസ്റ്റൻസ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഓക്കെ, അപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം. ഓക്കെ, റെസിസ്റ്റൻസ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമുക്ക് ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയാം. ഒരു റഫ് റോഡ്, ഓക്കെ, 1 കിലോമീറ്റർ ആണ് വിചാരിച്ചു. ഇനി ഒരു റഫ് റോഡ്, ഇതേപോലത്തെ റഫ് റോഡാണ്, പക്ഷെ 3 കിലോമീറ്റേഴ്സ് ആണ്. രണ്ടിനും ലെങ്തിന് ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പം ഇവിടെ കൂടെ നടക്കുന്നതാണോ നമുക്ക് നല്ലത്? ഇതിൽ കൂടെ നടന്ന് വീട്ടിൽ പോകുന്നതാണോ നല്ലത്? ഇവിടെ വീടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പാത്തിന്റെ ലെങ്ത് കുറവായിരുന്നു, ഇവിടെയോ പാത്തിന്റെ ലെങ്ത് കൂടുതലാണ്. സോ ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് കുറവാ? റെസിസ്റ്റൻസ് കുറവാണ്. ഇവിടെ നമുക്ക് എന്ത് കൂടുതലാ? റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പൊ റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് എന്ന് പറയാലോ അല്ലെ. അപ്പം റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ഓർ ലെങ്ത് ഓഫ് ദ വയർ. ഇനി അടുത്തത് നമുക്ക് രണ്ടാമത്തെ എന്തുവാണ് നോക്കാം. അപ്പൊ നമുക്കൊരു ഇമാജിൻ ചെയ്യാം. നിങ്ങളുടെ ക്ലാസ് റൂം കൺസിഡർ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് റൂമിന്റെ അകത്ത്, ഓക്കെ, ഇത് നിങ്ങളുടെ ക്ലാസ് റൂമാണ്. ഞാൻ 2 കണ്ടീഷൻസ് ആയിട്ട് എടുക്കുക, 1 and 2. ഇത് നിങ്ങളുടെ ക്ലാസ് റൂമാണ്. ഈ ക്ലാസ് റൂമിൽ 100 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെയും അതേപോലെ 100 സ്റ്റുഡൻസ്. നിങ്ങളുടെ ക്ലാസ് റൂം തന്നെ വേറൊരു ക്ലാസ് എന്ന് വിചാരിക്കുക തൽക്കാലം. ഇവിടെ ഒരു ചെറിയ ഒരു എക്സിറ്റ് ഉണ്ട്, ഇവിടെ ഒരു വലിയ എക്സിറ്റ് ഉണ്ട്. ഓക്കെ, ഇത് പുറത്ത് പോകാനുള്ള വഴിയാണ്, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാനുള്ളത്. അപ്പൊ ഈ 100 സ്റ്റുഡൻസ് ഉള്ള ഈ ക്ലാസ് റൂമിന്റെ അകത്ത് ഒരു സ്നേക്ക് വന്നു, ഇവിടെയും സ്നേക്ക് വന്നു. ഓക്കെ, ഇതുവഴി ഇറങ്ങിപ്പോകുന്നയാണോ എളുപ്പം? ഇതുവഴി ഇറങ്ങിപ്പോകുന്നയാണോ എളുപ്പം? നിങ്ങൾ ഓരോ സ്റ്റുഡന്റും ഓരോ ഇലക്ട്രോൺ ആണെന്ന് കൺസിഡർ ചെയ്ത്
അപ്പൊ ഇതുവഴി ഇറങ്ങിപ്പോകാൻ ഇത്തിരി പാടാണ്, പക്ഷെ ഇതുവഴി പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറ്റും. എന്തുകൊണ്ടാ? ഇവിടെ ഏരിയ കുറവായിരുന്നു, ഇവിടെ ഏരിയ കൂടുതലായിരുന്നു അല്ലെ. അപ്പൊ ഏരിയ കൂടിയപ്പോ പുറത്തോട്ട് പോകുന്നതിന്റെ അളവ് കൂടി, ഫ്ലോ കൂടി അല്ലെ. അപ്പൊ ഏരിയ കൂടുമ്പോ എന്ത് കൂടും? ഏരിയ കൂടുമ്പോഴത്തേക്ക് എന്ത് കൂടും? കറണ്ടിന്റെ ഫ്ലോ കൂടും. അതേപോലെ ഇവിടെയോ ഏരിയ കുറഞ്ഞപ്പോ എന്ത് കുറഞ്ഞു? കറണ്ടിന്റെ ഫ്ലോ കുറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒന്നാലോചിച്ച് നോക്കിയേ, നോക്കാം. അപ്പം ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എന്ന് പറഞ്ഞൂടെ? എങ്ങനെ വന്നേ? നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞേ? ഏരിയ കൂടുമ്പോഴത്തേക്ക് കറണ്ടിന്റെ ഫ്ലോ കൂടുമെന്നാ പറഞ്ഞത്. കറണ്ടിന്റെ ഫ്ലോ കൂടുമ്പോഴത്തേക്ക് ആര് കുറയും? റെസിസ്റ്റൻസ് കുറയും. ഇവിടെയോ നോക്കിക്കേ, ഏരിയ കുറവാണ് അല്ലെ. ഏരിയ കുറഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ അകത്തൂടെ കറണ്ടിന്റെ ഫ്ലോയും കുറഞ്ഞു. കറണ്ടിന്റെ ഫ്ലോ കുറയുന്ന പറയുമ്പോഴത്തേക്ക് അവിടെ എന്ത് കൂടുതല? റെസിസ്റ്റൻസ് കൂടുതല. അപ്പൊ ചെറിയ വഴി എന്ന് പറയുമ്പോഴത്തേക്കാണ് റെസിസ്റ്റൻസ് കൂടുതലാണ്, വലിയ വഴി എന്ന് പറയുമ്പോഴത്തേക്കാണ് റെസിസ്റ്റൻസ് കുറവാണ് അല്ലെ. സോ റെസിസ്റ്റൻസും ഏരിയയും വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. എന്തൊക്കെയാ? റെസിസ്റ്റൻസ് ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആണ്, റെസിസ്റ്റൻസ് ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, രണ്ട് ഫാക്ടേഴ്സ് ആയല്ലേ. ഫസ്റ്റ് ഫാക്ടർ എങ്ങനെ പറയാൻ പറ്റും? The resistance of a given wire is directly proportional to its length. രണ്ടാമത്തെ എന്ത് പറയാൻ പറ്റും? Resistance of a wire is inversely proportional to the cross sectional area. ഓക്കെ, നമ്മൾ വയർ എടുക്കുമ്പോൾ ഈ വയറിന് തിക്നെസ് കുറവാണ്, ഈ വയറിന് തിക്നെസ് കൂടുതലാണ്. അപ്പൊ ഇതിന് ഏരിയ കൂടുതലാണ്, ഇതിന് ഏരിയ കുറവ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R proportional to L. ഇതെന്തുവാ? R proportional to 1/A എന്നല്ലേ? ആ A നെ താഴെ കൊണ്ടുവരാം. സോ നമുക്ക് എന്ത് കിട്ടി? R proportional to L/A അല്ലെ. അപ്പൊ ഇവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്, എന്തുവാ? പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഉണ്ട്. സോ അത് മാറ്റാൻ വേണ്ടി നമ്മൾ ഈക്വൽ ടു കൊടുത്തു, L/A. ഒരു കുറവുണ്ട്, എന്തുവാ? ഒരു കോൺസ്റ്റന്റ് വേണം. അപ്പൊ ഇവിടെ ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവന്ന റോ RHO റോ. ഓക്കെ, അപ്പൊ നമുക്ക് R is equal to എന്ത് കിട്ടി? റോ L/A എന്ന് കിട്ടി. ആൻഡ് we will call റോ as resistivity. അപ്പൊ എന്താണ് റെസിസ്റ്റിവിറ്റി? അല്ലെങ്കിൽ ഇനിയൊരു പേരുണ്ട്, സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം R is equal to എന്ന് കിട്ടി? റോ L/A. റോ എന്തുവാണ്? റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചായിരുന്നു, ഓംസ് ലോ പഠിച്ചായിരുന്നു. V is equal to IR എന്നൊരു ഇക്വേഷൻ കിട്ടി, റെസിസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്തു. അതേപോലെ നമുക്ക് റെസിസ്റ്റൻസിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു, R is equal to റോ L/A അല്ലെ. അപ്പൊ ഇനി നമുക്ക് V is equal to IR ന്റെ അകത്ത് R അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചത് അല്ലെ. അപ്പൊ അതേപോലെ ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, എന്തുവാണ്? റോ എന്തുവാണെന്ന് പറഞ്ഞിട്ട്. റോയ്ക്ക് നമ്മളൊരു പേര് പറഞ്ഞു, എന്തുവാ? റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെ. അപ്പൊ ഈ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക് അബൌട്ട് സംതിങ്. ആ സ്പെസിഫിസിറ്റി എന്തുവാണ് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ, R is equal to റോ L/A എന്നാണ് എഴുതിയത്. അപ്പോഴേ ഞാൻ R equal to റോ ആവണമെങ്കിൽ L-ഉം A-യും 1 ആയ പോലെ അല്ലെ. R is equal to റോ ആവണമെങ്കിൽ ലെങ്ത് 1 മീറ്റർ ആവണം, ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? റെസിസ്റ്റൻസിന് ഈക്വൽ ആണ്. എപ്പോഴാ? ക്രോസ് സെക്ഷണൽ ഏരിയ 1 മീറ്റർ സ്ക്വയറും ലെങ്ത് 1 മീറ്റർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി is defined as that resistance of a material having 1 meter length and 1 meter square area അല്ലെ. അപ്പം 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ സ്ക്വയർ ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ആണ് എന്ത്? റെസിസ്റ്റിവിറ്റി. Okay, so resistivity is defined as that resistance of a conductor having 1 meter length and 1 meter square cross sectional area. ഒന്നും കൂടെ പറയാം. Resistivity is defined as that resistance of a conductor or material having 1 meter length and 1 meter square cross sectional area. ഈ യൂണിറ്റ് പറയണ്ടേ? നോക്കിക്കേ, നമുക്ക് റോ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? റോ ഇസ് ഈക്വൽ ടു ഇത് മോളിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് RA ഡിവൈഡഡ് ബൈ L അല്ലേ. അപ്പൊ റോ ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്തുവായിരുന്നു? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞോളൂ, എന്തുവാ? ഓം അല്ലെ. അപ്പൊ A എന്തുവാണ്? മീറ്റർ സ്ക്വയർ, ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്ത് മീറ്റർ. അപ്പൊ നമുക്ക് മീറ്റർ സ്ക്വയർ ക്യാൻസൽ ആയി. സോ റോ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഓം മീറ്റർ. അപ്പൊ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്തുവാണ്? ഓം മീറ്റർ അല്ലെ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയാം, വോൾട്ടേജ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ 5 വോൾട്ട് എഴുതാം, കറണ്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ 2 ആംപിയർ എന്ന് എഴുതാം, റെസിസ്റ്റൻസ് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ 4 ഓം എന്ന് എഴുതും. റെസിസ്റ്റിവിറ്റി ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഏതാണോ വാല്യൂ ആ വാല്യൂ ഇൻറ്റു ഓം മീറ്റർ.
ഓക്കെ, അപ്പൊ ഇതാണ് റെപ്രസെന്റേഷൻ. പഠിക്കുക. റെസിസ്റ്റിവിറ്റി ഇമ്പോർട്ടന്റ് ആണ്. റെസിസ്റ്റിവിറ്റിയുടെ ഇനി ഒരു പേര് തന്നെയാണ് എന്ത്? സ്പെസിഫിക് റെസിസ്റ്റൻസ്. അവസാനം പഠിപ്പിച്ചില്ല എന്ന് പറയുന്നത്. അടുത്ത ഓംസ് ലോയുടെ ആപ്ലിക്കേഷൻ വെച്ച് പഠിക്കുന്ന അടുത്ത ടോപ്പിക് ആണ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. അപ്പൊ നമുക്ക് റെസിസ്റ്റേഴ്സിനെ രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ റെസിസ്റ്റേഴ്സിനെ ഇതുപോലെ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യാം. ഓരോ റെസിസ്റ്റേഴ്സിനെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യാം. ദിസ് ഈസ് കോൾഡ് സീരീസ് കണക്ഷൻ. ഓക്കെ, അപ്പൊ ഇതിനെന്ന് പറയാം സീരീസ് കണക്ഷൻ, അല്ലെങ്കിൽ റെസിസ്റ്റൻസസ് ഇൻ സീരീസ്, അല്ലെങ്കിൽ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് എന്ന് പറയാം. അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ താഴെ താഴെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതിനെ വിളിക്കുന്ന പേര് പാരലൽ കോമ്പിനേഷൻ. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പിൽ റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെയാണ് സീരീസ് കോമ്പിനേഷൻ, രണ്ടാമത്തെയാണ് പാരലൽ കോമ്പിനേഷൻ. ഫസ്റ്റ് നമുക്ക് ഒരെണ്ണം പഠിച്ചു തീർക്കാം. ഓക്കെ, ഞാൻ 3 റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെ R1, R2, R3 എന്ന് വിളിക്കാം. ഓക്കെ, ശ്രദ്ധിക്കണേ, ഇതിന്റെ അകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണെന്ന് കൺസിഡർ ചെയ്യുക. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെ അകത്തും കറണ്ട് എന്ത് തന്നെ ആയിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ സീരീസ് കണക്ഷനിൽ ആര് സെയിം ആണ്? കറണ്ട് സെയിം ആണ്. അപ്പൊ ആര് മാറും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറും അല്ലെ. അപ്പം ഈ ഫസ്റ്റ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ V1 എന്നെടുക്കാം, ഇവിടുത്തെ V2 എന്നെടുക്കാം, ഇവിടുത്തെ V3 എന്നെടുക്കാം. അപ്പൊ നമുക്ക് എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി? 3 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ആരായിരിക്കും? ഒരു ബാറ്ററി ആയിരിക്കുമല്ലോ. ഞാൻ തൽക്കാലം ബാറ്ററി മറയ്ക്കാം, ഞാൻ അതിനെ V എന്ന് വിളിക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ. നോക്കിക്കേ, അപ്പൊ ഞാൻ 3 റെസിസ്റ്റേഴ്സ് എടുത്തു, R1, R2, R3. ഈ 3നെയും ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തു. നമ്മൾ സീരീസ് എന്ന് വിളിച്ചു അല്ലെ. സീരീസ് കണക്ഷന് കറണ്ട് എന്തുമായിരിക്കും? സെയിം ആയിരിക്കും. സോ 3 റെസിസ്റ്റേഴ്സിന്റെ അകത്തും ഫ്ലോ ചെയ്യുന്ന എന്ത് തന്നെയാ? I എന്ന് പറയുന്ന കറണ്ട്. പക്ഷെ ആര് മാറും? പൊട്ടൻഷ്യൽ മാറും. സോ V1, V2, V3 എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ എടുത്തു. സോ ഇപ്പൊ ഇവിടെ വന്ന V1ഉം V2ഉം V3 എല്ലാം പ്രൊവൈഡ് ചെയ്തത് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? V is equal to V1 plus V2 plus V3 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇനി നോക്കിക്കേ, ഓംസ് ലോ അനുസരിച്ച് നമ്മൾ പഠിച്ചെന്തുവാ? V is equal to IR അല്ലെ. അപ്പൊ ഇവിടുത്തെ കേസ് നോക്കിയേ, V1 എന്ന് എഴുതിയാലോ? V1 is equal to കറണ്ട് I തന്നെയാണ്, പക്ഷെ റെസിസ്റ്റൻസ് എത്ര? R1. സോ എനിക്ക് എങ്ങനെ എഴുതാം? IR1. അപ്പൊ ഇവിടുത്തെ എടുക്കുമ്പോഴോ V2 is equal to IR2, V3 is equal to IR3. അപ്പൊ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നാൽ എനിക്ക് ഒരു കുഴപ്പമുണ്ട്. ഈ V is equal to IR എന്ന് പറയുന്നതിന്റെ I എനിക്കറിയാം ഇവിടെ ഉണ്ട് അല്ലെ. R എന്തുവാണ്? ഈ 3 റെസിസ്റ്റേഴ്സിന്റെയും കൂടെ റിസൾട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ 3 റെസിസ്റ്റേഴ്സിന്റെ റിസൾട്ടന്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? R എന്ന് വിളിക്കുന്നത്. സോ V is equal to IR എന്നുള്ളത് ഞാൻ IR ഇവിടെ എഴുതി. is equal to V1 പകരം IR1, V2 പകരം IR2, V3 പകരം IR3. അപ്പൊ ഞാൻ IR is equal to, എനിക്ക് I കോമൺ എടുക്കാമല്ലോ, I into R1 plus R2 plus R3. ഐയും ക്യാൻസൽ ആയി അല്ലെ. അപ്പൊ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തത് കൊണ്ട് ഞാൻ ഇതിനെ RS എന്ന് എഴുതാം. സീരീസ് ആയതുകൊണ്ട് ഞാൻ എങ്ങനെ എഴുതി? RS. സോ RS is equal to എന്തെന്ന് കിട്ടി? R1 plus R2 plus R3. അപ്പൊ സീരീസ് ആയിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ വാല്യൂസ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മാത്രം മതി. സോ RS is equal to R1 plus R2 plus R3. ഇനി പാരലൽ ആകുമ്പോഴത്തേക്ക് ഈ കേസ് തിരിയും അപ്പുറത്ത്. നമുക്ക് നോക്കാം. ഇതിനെയും നമ്മൾ അതേപോലെ കൊണ്ടുവന്ന് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാൻ ഒരു ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ടോട്ടൽ പൊട്ടൻഷ്യൽ V. ശ്രദ്ധിച്ചു നോക്കിയേ, ഈ എൻഡ് 3നും ഒന്ന് തന്നെയല്ലേ. അപ്പൊ ഇതിലെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്, ഇതിലെയും പൊട്ടൻഷ്യൽ V ആണ്, ഇതിലെയും പൊട്ടൻഷ്യൽ V ആണ് അല്ലെ. പക്ഷെ ഇതിന്റെ അകത്തോട്ട് കറണ്ട് I ആ കയറി വരുന്നത് അല്ലെ. അത് 3 ആയിട്ട് മാറിയില്ലേ. ഈ 2 പോയിന്റ് സെയിം ആയതുകൊണ്ട്, ഈ 2 പോയിന്റ് 3 സെയിം ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ സെയിം ആയി അല്ലെ. അപ്പൊ ഇവിടെ കറണ്ട് അല്ലേ വന്ന് ഡിവൈഡ് ആവുന്നേ. അപ്പൊ ഇവിടെ ഞാൻ I1 കറണ്ട്, ഇവിടെ ഞാൻ I2 കറണ്ട്, ഇവിടെ ഞാൻ I3 എന്ന് എഴുതും. റെസിസ്റ്റൻസിന്റെ വാല്യൂ R1, R2, R3. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ടോട്ടൽ പൊട്ടൻഷ്യൽ V എടുത്തു. അപ്പൊ ഞാൻ അവിടെ എന്തെടുക്കും? I അല്ലേ. അപ്പൊ ടോട്ടൽ കറണ്ട് I is equal to എന്തെന്ന് എഴുതാം? I1 plus I2 plus I3 എന്ന് എഴുതാം. ക്ലിയർ? അപ്പൊ ഇനി നോക്കിക്കേ, ഓംസ് ലോ പഠിച്ചെന്തുവാ? V is equal to IR. ഇവിടുന്ന് I is equal to എന്തെന്ന് എഴുതാം? V divided by R അല്ലേ. അപ്പൊ I1 എന്തുവാ? പറഞ്ഞ I1 is equal to VV തന്നെയാ, പക്ഷെ R1 ഇല്ലേ. V by R1, I2 പകരം V by R2,
I3 ki pagaram V by R3. So now we are going to substitute all these things in this. Appo engane ezhudum? I ki pagaram enduva V by R, alle is equal to V by R1 plus V by R2 plus V by R3. Common edukalo. V by R is equal to V into 1 by R1 plus 1 by R2 plus 1 by R3. V being answer. അല്ലേ അപ്പൊ എനിക്ക് എന്ത് കിട്ടി 1 by R. ഇതല്ലേ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലേ. അപ്പൊ റെസിസ്റ്റൻസ് എനിക്ക് ഇവിടെ പാരലൽ അല്ലേ. ഞാൻ സീരീസിനെ എന്തിട്ട് റെപ്രസെന്റ് ചെയ്ത് എസ്. അപ്പൊ പാരലൽ ആകുമ്പോഴത്തേക്ക് എന്ത് ഇടണം പി. സോ 1 by RP is equal to 1 by R1 plus 1 by R2 plus 1 by R3. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. എങ്ങനെയൊക്കെയാ കിട്ടിയേ? സീരീസ് ആകുമ്പോഴത്തേക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് RS is equal to R1 plus R2 plus R3. പാരലൽ ചെയ്യുമ്പോഴത്തേക്ക് 1 by RP is equal to 1 by R1 plus 1 by R2 plus 1 by R3. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് റിവേഴ്സ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് സെറ്റ് പഠിക്കണം, ഈ ഡെറിവേഷൻ പഠിക്കണം. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി അമ്മീറ്റർ റീഡിംഗ് ഇൻ ദ ഗിവൻ സർക്യൂട്ട് ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് ഇസ് 100 ohm. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. സർക്യൂട്ടിൽ ഒരു അമ്മീറ്റർ ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് തരാൻ വേണ്ടിട്ട് ഒരു ബാറ്ററി ഉണ്ട്, ഒരു ബൾബ് ഉണ്ട്. ഓക്കെ, ബൾബിന്റെ റെസിസ്റ്റൻസ് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്, അമ്മീറ്ററിന്റെ റീഡിംഗ് കണ്ടുപിടിക്കണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. ആദ്യം ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട് അതെല്ലായിടത്ത് എഴുതുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ജോലി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ബൾബിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ, R is equal to 100 ohm, ഒരു ജോലി ദൂരം. അടുത്ത എന്തുവാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്, V is equal to 10 volt. കണ്ടുപിടിക്കാനുള്ള എന്തുവാണ്? അമ്മീറ്റർ റീഡിംഗ് ആണ്, അപ്പം കറണ്ട് ആണ് അല്ലേ. അപ്പൊ I is equal to ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്തുവാണ്? V is equal to IR. കണ്ടുപിടിക്കേണ്ട I അല്ലേ, അപ്പൊ I is equal to V divided by R. വോൾട്ടേജ് എത്രയായിരുന്നു? 10 വോൾട്ട് അല്ലേ. 10 divided by റെസിസ്റ്റൻസ് എത്രയാണ്? 100. ഓക്കെ, 1 by 10 വരുമ്പോൾ 0.1 കറണ്ട് അല്ലേ. യൂണിറ്റ് എന്താണ്? ആംപിയർ. ഇതാണ് ഫസ്റ്റിന്റെ ആൻസർ. ഇനി സെക്കൻഡ് പറഞ്ഞിട്ടുണ്ട്, ഡ്രോ എ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഹാവിംഗ് 2 bulbs controlled individually connected to a battery and an ammeter. Controlled individually എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ടൈപ്പ് വയറിംഗ്, ഓരോ ബൾബിനും ഓരോ സ്വിച്ച് വേണം അല്ലേ, അതാണ് കൺട്രോൾഡ് ഇൻഡിവിജ്വൽ. അപ്പൊ നമുക്ക് കൺട്രോൾഡ് ഇൻഡിവിജ്വലി നമുക്ക് എങ്ങനെ വരയ്ക്കാം? എപ്പോഴും പാരലൽ ആണ്. ഓക്കെ, ഇൻഡിവിജ്വൽ കൺട്രോൾ വരുന്ന എല്ലാം എപ്പോഴും എന്തുമായിരിക്കും? പാരലൽ സർക്യൂട്ട് ആയിരിക്കും. പാരലലി നമ്മൾ വരച്ചു. ഓക്കെ, ഇനി വേറെ എന്ത് പറഞ്ഞേക്കുന്നത്? ബാറ്ററി വേണം, അമ്മീറ്റർ വേണം. അപ്പൊ നമ്മൾ അമ്മീറ്റർ കണക്ട് ചെയ്യാം, ഒരു ബാറ്ററി കണക്ട് ചെയ്യാം, സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ ഇനി എന്താണ് ഈ ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാനുള്ള ബൾബ്? ഞാൻ ഇങ്ങനെ വെച്ചാലോ? ഇതും ഇൻഡിവിജ്വൽ അല്ലേ, ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഇവിടുത്തെ സ്വിച്ചിലും ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഇവിടുത്തെ സ്വിച്ചിലും അല്ലേ. ഇങ്ങനെ വെക്കുന്നെങ്കിൽ വരുന്ന കുഴപ്പം, ഞാൻ ഇത് ഓൺ ചെയ്താൽ ഈ ബൾബ് കത്തൂല, കാരണം ഇതുകൂടെ ഓൺ ചെയ്യണം അല്ലേ, അപ്പോഴല്ലേ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അപ്പം എനിക്ക് ഒരു സ്വിച്ച് വെച്ചിട്ട് ഒരു ബൾബിനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഇല്ല. രണ്ട് സ്വിച്ച് ഓൺ ചെയ്താൽ രണ്ടും കത്തും. ഒരു ബൾബ് മാത്രമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ ഇൻഡിവിജ്വൽ കൺട്രോളിംഗ് ഒന്നും ആരെ യൂസ് ചെയ്യാറില്ല? സീരീസ് സർക്യൂട്ട് യൂസ് ചെയ്യാറില്ല. വീട്ടിലെ വയറിംഗ് ഉൾപ്പെടെ എല്ലാം എന്തുമായിരിക്കും? പാരലൽ ആയിരിക്കും. Okay, normally household circuits or household wiring is always done in parallel circuit and not in series circuit, because we cannot control devices individually in a series circuit. നമുക്ക് individual controlling കിട്ടുന്ന എന്തിലായിരിക്കും? പാരലൽ ആയിരിക്കും. Calculate the effective resistance of the following combinations. അപ്പോൾ നമുക്ക് റെസിസ്റ്റേഴ്സിന്റെ കോമ്പിനേഷൻ തന്നിട്ടുണ്ട്, 4 ഫിഗർ ഉണ്ട്. ഇത് ഓരോന്നിന്റെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കാം. അപ്പം ഫസ്റ്റ് ഫിഗർ നോക്കുമ്പോൾ 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്, 2 ohm, 3 ohm, 1 ohm അല്ലേ. അപ്പൊ ഈ മൂന്നും കണക്ട് ചെയ്തിരിക്കുന്ന ബാക്ക് ടു ബാക്ക് അല്ലേ, അപ്പൊ സീരീസ് കണക്ഷൻ അല്ലേ. സീരീസ് കണക്ഷന്റെ ഇക്വേഷൻ എന്തോ? RS is equal to R1 plus R2 plus R3 അല്ലേ. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് നമുക്ക് കൂട്ടുമ്പോഴത്തേക്ക് 3 2 3 1 അല്ലേ. അപ്പൊ 2 ohm plus 3 ohm plus 1 ohm. അപ്പൊ എന്ത് കിട്ടും? RS is equal to 2 plus 3 5 5 plus 1 6. അപ്പൊ എന്ത് കിട്ടി? 6 ohm. ഓക്കെ, ഇനി അടുത്തത് രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, 4 ohm 2 ohm കണക്ട് ചെയ്തിരിക്കുന്ന എങ്ങനെ? പാരലൽ ആയിട്ട്. പാരലൽ കണക്ഷന്റെ ഇക്വേഷൻ എന്തുവാണ്? 1 by RP is equal to 1 by R1 plus 1 by R2 അല്ലേ. അപ്പൊ നമുക്ക് 1 by RP is equal to എന്ന് എഴുതാം. ഫസ്റ്റ് വൺ 4 ohm അല്ലേ, 1 by 4 പ്ലസ് സെക്കൻഡ് വൺ 2 അല്ലേ, 1 by 2. ഇനി രണ്ട് മെത്തേഡിൽ ചെയ്താൽ ഒരെണ്ണം LCM മെത്തേഡിൽ ചെയ്തുതരാം.
അപ്പം ഇവിടെ LCM ആയിട്ട് നമുക്ക് വരുമ്പോൾ 4 അല്ലേ, അപ്പൊ ഞാൻ ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/RP is equal to 1/4 plus 2/4. ഡിനോമിനേറ്റർ സെയിം അല്ലേ. അപ്പം 1/RP is equal to ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. 3 divided by 4. തീർന്നോ? ഇല്ല, കാരണം കിട്ടിയത് 1/RP ആണ്, നമുക്ക് വേണ്ടത് RP ആണ് അല്ലെ. അപ്പൊ നമുക്ക് RP is equal to എഴുതുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? അപ്പത്തെ സെന്നെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ ആൻസർ എന്താ? 4/3 ഓം ആണ്. ഓക്കെ, ഈ സ്റ്റെപ്പ് വന്നിട്ടാണ് എല്ലാവരും ഞാൻ ഈ ഓരോ സ്റ്റെപ്പിലും 1/RP 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 എന്ന് എഴുതേണ്ട കാരണം ഇതാ. കാരണം 1/RP എഴുതാതെ ഇവിടെ വരെ ചെയ്ത് വരുമ്പോൾ ഈക്വൽ ടു 3/4 ഇട്ട് അണ്ടർലൈൻ ഇട്ടിട്ട് നമ്മൾ പോകും അല്ലെ, അപ്പൊ തെറ്റും. സോ അതുകൊണ്ടാണ് 1/RP ഇട്ടത്. 1/RP ആണ്, 3/4 RP അല്ല. RP ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദ റെസിസ്റ്റൻസ് ഇസ് 4/3. റെസിപ്രോക്കൽ എടുക്കണം, മറക്കരുത്. ഓക്കെ, ഇത് നോക്കിക്കേ, നമുക്കൊരു 2 ohm ഉണ്ട്, ഒരു 3 ohm ഉണ്ട്, ഇനി ഒരു 3 ohm ഉണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് നമുക്ക് മൊത്തം പാരലൽ ആണെന്നോ മൊത്തം സീരീസ് ആണെന്നോ പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ആ അറ്റത്ത് നിന്നും തുടങ്ങാം. ഈ രണ്ടെണ്ണം പാരലൽ അല്ലേ അല്ലേ, അപ്പൊ ഈ രണ്ടെണ്ണം പാരലൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ 1/RP is equal to 1/3 plus 1/3 അല്ലേ. 1/RP is equal to എന്ത് കിട്ടി? 2/3 or RP is equal to എത്രയാണ്? 3/2 അല്ലെങ്കിൽ 1.5 അല്ലേ. ഇനി നോക്കിക്കേ, ഞാൻ ഇത് ക്വസ്റ്റ്യനിൽ ഞാൻ മായ്ക്കുവാണ്, ശ്രദ്ധിച്ചോണേ. ഞാൻ ഈ 3 ohmഉം 3 ohmന്റെയും പാരലൽ ചെയ്തപ്പം എനിക്ക് കിട്ടിയത് 1.5 അല്ലേ, ഞാൻ ഇത് മായ്ച്ചു. ഓക്കെ, ആ രണ്ട് 3 ohmന് പകരം എനിക്ക് ഇനി എന്ത് എഴുതാം? ഒരു 1.5 എഴുതിയാൽ മതി അല്ലെ. അപ്പൊ നേരത്തെ രണ്ട് 3 ohm ഉള്ള എടുത്തപ്പോ എനിക്ക് എന്തേ ഉള്ളൂ? 1.5. ഇനി നോക്കിക്കേ, ഇത് രണ്ടും സീരീസ് അല്ലേ, അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് RS is equal to എന്ത് വരും? 2 plus 1.5 കിട്ടി, 3.5 ohmന് കിട്ടും. ഇനി അടുത്ത നോക്കിക്കേ, ഒരു ട്രയാങ്കിൾ ഫോമിൽ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം 2 ohm 3 ohm 10 ohm. അപ്പൊ ഇതിന്റെ അകത്ത് പാരലലും സീരീസും എവിടെ വരും നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ, ഇതിന്റെ അകത്ത് കറണ്ട് വരുന്നു. ഓക്കെ, ആ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആണ്. അപ്പൊ ഇതുവഴി വരുന്ന കറണ്ട് ഇങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പം അത് ഒറ്റ എഴുതിയിരിക്കുക. ഇവിടെ കയറുന്ന ഇതേ കറണ്ട് തന്നെ അല്ലേ ഇതിന്റെ അകത്ത് വരുന്നത് അല്ലേ. സെയിം കറണ്ട് വരുന്ന എന്തിലായിരിക്കും? സീരീസിലായിരിക്കും. അപ്പൊ ഈ 2 ohmഉം 3 ohmഉം എങ്ങനെയാ? സീരീസ് അല്ലേ. അപ്പൊ ഞാൻ ഇതിന്റെ സർക്യൂട്ട് ഒന്ന് മാറ്റാം, ശ്രദ്ധിക്കണേ. ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുന്നത് ഇമ്പോർട്ടന്റ്. ഇത് 10 ohm ആണ്, താഴെയുള്ള 10 ohm അതേപടി ഇട്ടിട്ടുണ്ട്. ഈ 2 ohmഉം ഈ 3 ohmഉം സീരീസ് ആണല്ലേ പറഞ്ഞത്. അപ്പൊ എനിക്ക് അതിന് വേറെ ഒരെണ്ണം വെച്ചത് ഇല്ലേ. അപ്പം ആ 2ഉം 3ഉം വരുമ്പോൾ സീരീസ് ആണ്. അപ്പൊ RS is equal to 2 plus 3 എന്ത് കിട്ടും? 5 ohm. ഈ രണ്ടെണ്ണത്തിന് പകരം എനിക്ക് ഇനി ഒന്നേ ഉള്ളൂ, അതിന്റെ വാല്യൂ എത്രയാണ്? 5 ohm. ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിച്ചേ, ഇത് രണ്ടും പാരലൽ അല്ലേ. 1/RP is equal to എന്ത് എഴുതാം? 1/5 plus 1/10 is equal to 1/RP is equal to എന്ത് വരും? LCM 10 അല്ലേ. അപ്പം താഴെ മുകളിൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 2 divided by 10 plus 1/10. 1/RP is equal to 3/10. തീർന്നിട്ടില്ല. RP is equal to 10 divided by 3. 3.33 something. 10/3 എന്ന് കിട്ടും. 10/3 ohm എന്ന് കിട്ടും. അപ്പം പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. അഡീഷണൽ പ്രോബ്ലംസ് നമുക്ക് ഇനിയും ചെയ്യാം. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് 2 resistors R1 and R2 connected in parallel is RP is equal to dash. നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തുവാ? എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ 1/RP is equal to 1/R1 plus 1/R2 അല്ലേ. അപ്പം 1/RP is equal to നമുക്ക് എന്ത് ഫോമിൽ കിടക്കുവാണ്? മാത്സിൽ പഠിക്കുന്ന പറഞ്ഞാൽ A/B plus C/D is equal to എന്തുവാണ്? AD plus BC divided by BD അല്ലേ. അപ്പൊ ആ ഫോമാറ്റ് ചെയ്തേ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എന്ത് കിട്ടും? R2 plus ഇത് രണ്ടും മൾട്ടിപ്ലൈ ആണ്, എന്ത് കിട്ടും? R1 ഡിവൈഡഡ് ബൈ ഇത് രണ്ടും മൾട്ടിപ്ലൈ ആണ്, എന്ത് കിട്ടും? R1 R2 അല്ലേ. അപ്പൊ നമുക്ക് 1/RP is equal to എന്ന് കിട്ടി. ഞാൻ ഓർഡർ മാറ്റി എഴുതുന്നതേ R1 plus R2 ഡിവൈഡഡ് ബൈ R1 R2. അപ്പൊ RP എന്തുവായിരിക്കും? റെസിപ്രോക്കൽ എടുത്താൽ പോരെ. R1 R2 ഡിവൈഡഡ് ബൈ R1 plus R2. ഇത് പഠിക്കാം. ഓക്കെ, രണ്ട് റെസിസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പഠിച്ചു വെക്കാം. സീരീസ് ആണെങ്കിൽ എന്ത് വന്നേനെ? RS is equal to R1 plus R2. പാരലൽ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? R1 R2 divided by R1 plus R2. പഠിക്കാലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, what happens if R1 is equal to R2? നമ്മൾ രണ്ട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ R1ഉം R2ഉം പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, നിങ്ങൾ പഠിച്ചെന്ന് തന്നെ ഞാൻ വിശ്വസിക്കാം.
അപ്പം R1 ഉം R2 ഉം ഈക്വൽ ആയി കഴിഞ്ഞു. ഓക്കെ, R1 നും R2 നും പകരം നമ്മൾ ഒരു വാല്യൂ എഴുതാൻ പോവാ R. അപ്പൊ നമുക്ക് എന്താ കിട്ടുക പറഞ്ഞേ? ആർ പി ഇസ് ഈക്വൽ ടു R1 ഇൻറ്റു R2 അല്ലേ? അപ്പം R ഇൻറ്റു R എന്ന് എഴുതാം അല്ലേ? ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ന് പകരം R പ്ലസ് R. അപ്പൊ എന്ത് കിട്ടും? R സ്ക്വയർ ഡിവൈഡഡ് ബൈ 2R. ഇതും രണ്ടും വെട്ടിപ്പോത്തില്ലേ? നമുക്ക് എന്ത് കിട്ടും? R/2. അപ്പം ശ്രദ്ധിക്കുക, രണ്ട് റെസിസ്റ്റേഴ്സ് ഈക്വൽ ആയിട്ടുള്ള റെസിസ്റ്റേഴ്സിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തുമായിരിക്കും? അതിന്റെ പകുതി ആയിരിക്കും അല്ലേ? ഞാനിവിടെ എക്സാമ്പിൾ വരയ്ക്കാമേ. ടെൻ ഓമും പാരലൽ ആക്കുക. ഓക്കെ, 10 ഓമും പാരലൽ ആക്കുമ്പോൾ ഈ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് എന്തുവാണ്? ആർ പി ഇസ് ഈക്വൽ ടു 1ന്റെ പകുതി അല്ലേ? 10/2. 5 എന്ന് എഴുതിയാൽ മതി. 5 ഓം ഇത്രയായിരുന്നു, ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഓർക്കണം, ഈക്വൽ റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് വന്നാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തുമായിരിക്കും? അതിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദി ടോട്ടൽ കറന്റ് ഇൻ ദ സർക്യൂട്ട്, ഓൾസോ കാൽക്കുലേറ്റ് ദി കറന്റ് ത്രൂ ദി 2 ഓം റെസിസ്റ്റർ. നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, 6 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, 2 ഓമും 6 ഓമും എന്ന് പറഞ്ഞ രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ചോദിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ടോട്ടൽ കറന്റ് ഇൻ ദ സർക്യൂട്ട് കണ്ടുപിടിക്കണം. രണ്ട്, നമുക്ക് 2 ഓം റെസിസ്റ്ററിന്റെ അകത്തുള്ള കറന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഫസ്റ്റ് ചെയ്യണം എന്നില്ല, ഞാൻ എന്തായാലും നമുക്ക് ഓർഡറിൽ തന്നെ ചെയ്തു പോവാം. ഞാൻ ആദ്യത്തെ ചെയ്യുവാണ്, ശ്രദ്ധിക്കും. അപ്പം ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, ടോട്ടൽ കറന്റ് കണ്ടുപിടിക്കണം അല്ലേ? ടോട്ടൽ കറന്റ് വേണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ടോട്ടൽ റെസിസ്റ്റൻസ് വേണം. കറന്റ് കണ്ടുപിടിക്കണം. I is equal to question mark. ഓക്കെ, പൊട്ടൻഷ്യൽ ഉണ്ട്, V is equal to 6 വോൾട്ട്. എനിക്ക് റെസിസ്റ്റൻസ് വേണം. ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇതിൽ പാരലൽ അല്ലേ? 2 ഓമും 6 ഓമും പാരലൽ അല്ലേ? അപ്പൊ പാരലൽ ഇക്വേഷൻ എന്തുവായിരുന്നു? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. 2 ഉം 6 ഉം അല്ലേ? 2 into 6 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 6. അപ്പൊ എന്ത് കിട്ടും? 12 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും അല്ലേ? 4 വെച്ച് ക്യാൻസൽ ചെയ്യാലോ. 3/2 എത്രയാണ്? 1.5. നമുക്ക് എന്ത് കിട്ടി? 1.5 ഓം എന്ന് കിട്ടി റെസിസ്റ്റൻസിന്റെ വാല്യൂ അല്ലേ? ഇനി എന്ത് കണ്ടുപിടിക്കണം? കറന്റ് കണ്ടുപിടിക്കണം. കറന്റിന്റെ ഇക്വേഷൻ എന്തുവാ? I is equal to V ഡിവൈഡഡ് ബൈ R. വോൾട്ടേജിന്റെ വാല്യൂ 6, റെസിസ്റ്റൻസിന്റെ വാല്യൂ 1.5 അല്ലേ? അപ്പൊ നമുക്ക് 4 കിട്ടും. 4 ആംപിയർ കിട്ടി. ഓക്കെ, അപ്പൊ ഈ 4 ആംപിയർ എന്ന് പറയുന്നത് എനിക്ക് എന്തുവാ? ടോട്ടൽ കറണ്ട്. ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കിയേ. 2 ഓം റെസിസ്റ്ററിന്റെ അകത്തുള്ള കറണ്ട് കണ്ടുപിടിക്കണം. നമുക്ക് VIR ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം, അറിയത്തില്ല. വോൾട്ടേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ പോയിന്റ് തന്നെയാണ് ഈ പോയിന്റ്. സോ 6 വോൾട്ട് തന്നെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. റെസിസ്റ്റൻസ് എത്ര? 2 ഓം. I is equal to എന്തോ ഇക്വേഷൻ? V ഡിവൈഡഡ് ബൈ R is equal to, ശ്രദ്ധിച്ചു നോക്കിയേ, V 6, റെസിസ്റ്റൻസ് 2. അപ്പൊ എന്ത് കിട്ടി? 3 ആംപിയർ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇല്ല, എന്നാൽ ഞാൻ ബാക്കി ചെയ്യാം, ശ്രദ്ധിക്കും. ഇതിന്റെ അകത്തുള്ളത് കണ്ടുപിടിക്കണമെങ്കിലോ? VIR അല്ലേ? വോൾട്ടേജ് 6 വോൾട്ട്, കറണ്ട് അറിയത്തില്ല, റെസിസ്റ്റൻസ് എത്രയാണ്? 6 വോൾട്ട്. I is equal to V by R അല്ലേ? വോൾട്ടേജ് 6 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസും 6. അപ്പൊ എന്ത് കിട്ടും? 1 ആംപിയർ. അപ്പം 2 ഓം റെസിസ്റ്ററിന്റെ അകത്തോടുള്ള കറണ്ട് 3 ആംപിയർ, 6 ഓം റെസിസ്റ്ററിന്റെ അകത്തോട്ടുള്ള കറണ്ട് 1 ആംപിയർ. ടോട്ടൽ നോക്കിക്കേ, 3 + 1 4 അല്ലേ? നമ്മൾ ഓൾറെഡി ആൻസർ കണ്ടുപിടിച്ച് വെച്ചതും 4 തന്നെയല്ലേ? അപ്പം ടോട്ടൽ കറണ്ട് എത്രയാണ്? 4 ആംപിയർ. നമ്മൾ ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് പാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ 2-3 റെസിസ്റ്റർ എല്ലാം വരച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പ്രോബ്ലം എഴുതി ചെയ്തു നോക്കുക. അപ്പൊ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. A wire of resistance R is stretched to twice its length. What is the new resistance of the wire? അപ്പം ഇതും ഇതുപോലത്തെ വേറെ കുറെ മോഡലുകൾ നമുക്ക് എല്ലാം ഓരോന്നായിട്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു വയർ ഉണ്ട്. ഓക്കെ, ആ വയറിന്റെ റെസിസ്റ്റൻസ് R ആണ്. ഇനി അതിന്റെ ലെങ്ത് ട്വൈസ് ആകുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് എന്താവുന്ന ക്വസ്റ്റ്യൻ. ലെങ്ത് ട്വൈസ് ആകുമെന്ന് വെച്ചാൽ ഇപ്പം ഇതിന്റെ ലെങ്ത്തിന് നമുക്ക് L എന്ന് എടുക്കാം. ഓക്കെ, ആ L ലെങ്ത് ഉള്ള വയറിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്തതിനെ എന്താക്കി മാറ്റി? 2L ലെങ്ത് ഉള്ള വയറാക്കി മാറ്റി. ഇനി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നമ്മുടെ റബ്ബർ ബാൻഡ് ഉണ്ട്. ഈ റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ലെങ്ത് കൂടുന്നുണ്ട്, വണ്ണം കുറയത്തില്ലേ അല്ലേ? അപ്പൊ ഇതിന്റെ ഏരിയ A ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ നമുക്ക് എന്തായി? പകുതിയാണ്. ഓക്കെ, അപ്പൊ ലെങ്ത് 2 ടൈംസ് ആയാൽ ഏരിയ ബൈ 2. ക്വസ്റ്റ്യൻ വേറെ ആണെങ്കിലോ, ട്വൈസ് ഇറ്റ്സ് ലെങ്തിന് പകരം ത്രൈസ് ഇറ്റ്സ് ലെങ്ത് ആണെങ്കിലോ, ലെങ്ത് 3L ആയതിന് ഏരിയനെ എന്താക്കും? A/3 എടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ കേസ് നമുക്ക് നോക്കാം. 2 കേസാണ്, ശ്രദ്ധിക്കണേ. ഞാൻ ആദ്യത്തെ വയറിന്റെ റെസിസ്റ്റൻസിനെ R എന്ന് എടുക്കും. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് R. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്തുവാ? ρL/A. ഓക്കെ, ഇനി പുതിയ വയറിന്റെ റെസിസ്റ്റൻസ്
നമുക്കതിനെ ആർ ഡാഷ് എന്ന് എടുക്കാം. R1 എന്ന് എടുത്താലും തെറ്റൊന്നുമില്ല. ആർ ഡാഷ് ഇസ് ഈക്വൽ ടു റോ എൽ ഡാഷ് ബൈ എ ഡാഷ്. എൽ ഡാഷ് എന്ന് വെച്ചാൽ പുതിയ ലെങ്ത്, എ ഡാഷ് എന്ന് വെച്ചാൽ പുതിയ ഏരിയ, ആർ ഡാഷ് എന്ന് വെച്ചാൽ പുതിയ റെസിസ്റ്റൻസ്. റോ മാറത്തില്ല, കാരണം ഇതിപ്പം സിൽവർ ആണെങ്കിൽ ഇതും എന്ത് തന്നെയാ, സിൽവർ തന്നെയാ. റെസിസ്റ്റിവിറ്റി ഒരു മെറ്റീരിയലിന് കോൺസ്റ്റന്റ് ആയിരിക്കും. കോപ്പറിൻ്റെതായിട്ടുള്ള റെസിസ്റ്റിവിറ്റി ഉണ്ട്, അത് ഇവിടെ വെച്ചെടുത്താലും വേറെ എവിടെ വെച്ചെടുത്താലും. ഓക്കെ, അപ്പൊ എങ്ങനെയാണെങ്കിലും കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി ഉള്ള പോലെ ഈച്ച് ആൻഡ് എവറി മെറ്റീരിയൽ വിൽ ബി ഹാവിംഗ് ഇറ്റ്സ് ഓൺ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം R is equal to rho L by A ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. പുതിയ റെസിസ്റ്റൻസ് ആകുമ്പോൾ R dash is equal to rho L dash by A dash. ഇതിന്റെ അകത്ത് L dash എന്തുവാണ്, ന്യൂ ലെങ്ത് ആണ്. ന്യൂ ലെങ്ത് എത്ര, 2L. സോ റോ ഇൻറ്റു 2L ഡിവൈഡഡ് ബൈ A dash എന്തുവാണ്, ന്യൂ ഏരിയ. അതിനെങ്ങനെ എഴുതാം, A/2. A/2 ഡിനോമിനേറ്ററിൽ. അപ്പൊ ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ എവിടെ പോകും, ന്യൂമറേറ്ററിൽ. ഓക്കെ, അപ്പം ഇവിടുത്തെ 2 മേളിൽ പോയി മൾട്ടിപ്ലൈ ആണ്. 2 × 2 എത്ര, 4. അപ്പൊ 4 × റോ എൽ ബൈ എന്ന് കിട്ടിയില്ലേ അല്ലേ, as equal to 4 × റോ എൽ ബൈ എ. ഓൾറെഡി നമുക്ക് എന്തുവാണെന്ന് അറിയാം, റെസിസ്റ്റൻസ് ആണെന്ന് അറിയാം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 4R. ഈ റോ എൽ ബൈ എക്ക് പകരമാണ് നമ്മൾ എന്ത് എഴുതിയേ, R അല്ലേ. അപ്പം പുതിയ റെസിസ്റ്റൻസ് R dash is equal to എന്ത് കിട്ടി, 4R. അപ്പൊ ന്യൂ റെസിസ്റ്റൻസ് എത്ര ടൈംസ് ആയി, 4 ടൈംസ് ആയി. ഇനി അഥവാ 3 ആയിരുന്നെങ്കിലോ, ഇതിന് പകരമാണ് ഞാൻ പറയുന്നത് ത്രൈസ് ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിരുന്നെങ്കിൽ എന്ത് എഴുതാറുണ്ട് പറഞ്ഞേ, ലെങ്ത് 3L ആയനെ, മറ്റേ എന്താവുമായിരുന്നു, A/3 ആവുമായിരുന്നു അല്ലേ. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ R dash is equal to 9R എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതുപോലെ മെത്തേഡ്സ് മാറ്റി ചെയ്തു നോക്കാം.